Flowers Top Singers in Dubai. ജൂൺ 3 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ദുബായിലെ അൽ നസർ ലേഷർലാൻഡിൽ. ടിക്കറ്റുകൾക്കായി QR കോഡ് സ്കാൻ ചെയ്യുക or visit www.ticketmagic.me. എന്താ തിരിയും കത്തിച്ചോണ്ട് വരുന്നത് രാവിലെ? അപ്പുറത്തെ വിളയിൽ ചത്തു കിടക്കുന്നതാ ഒരു ശുരകൻ. രാവിലെ കേറി വന്ന് ദുശകുനം പിടിച്ച വർത്തമാനം. എന്താടാ ഇത്? അപ്പുറത്തെ വിളയിൽ ഒരു പട്ടി എത്ത് കിടക്കുന്ന അത് മനസ്സിലായി, അതാ ചോദിക്കുന്നത്. നേരം വെളുത്ത് ആദ്യം ഇങ്ങോട്ട് വരുമ്പോ ഈ നാറ്റത്തിന്റെ കാര്യവും പട്ടി എത്ത കാര്യവും പറയാനുള്ളത് നിനക്ക്? അതെന്തോന്ന് കുഴപ്പം കൊച്ചമ്മ? ഇവിടെ കാലത്തെ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ നെഗറ്റീവ് വർത്താനങ്ങളുമായിട്ടൊരു ദിവസം തുടങ്ങരുത്. വേറെ എന്തെല്ലാം പറയാൻ കിടക്കുന്നു? അല്ല കൊച്ചമ്മ, ഞാൻ ഇപ്പം വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലും കുറെ കഴിയുമ്പോൾ നാറ്റം അടിക്കുമല്ലോ. അപ്പോഴത്തേക്കും കൊച്ചമ്മ എൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ തന്നെ വന്ന് പറയണ്ടേത്? എടാ അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇതല്ല ആദ്യം പറയേണ്ടത്. ഐശ്വര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം രാവിലെ പറയുക, എന്നിട്ട് പട്ടി എത്തതോ വേറെ വല്ല കാര്യങ്ങളൊക്കെ പിന്നെ നീ പറ. ചേച്ചേ, ഈ നിസ്സാര കാര്യം പറഞ്ഞപ്പോ ഇത്ര ദുർബലമായ മനസ്സായിരുന്നു എന്റെ കൊച്ചമ്മേരത്. ഇത്ര ദുർബലമായ മനസ്സ് വെച്ചിട്ട് ഇത്ര എക്സസൈസ് ചെയ്യാൻ പാടില്ല കേട്ടോ കൊച്ചമ്മ. അയ്യടാ, ഒരു വാഴയില അനങ്ങി ആ സാവിത്രി എന്ന് പറഞ്ഞ് അങ്ങ് ഓടുക. അതെല്ലാം കഴിഞ്ഞ് TV-യിൽ ഒരു സീരിയൽ കാണുമ്പോ എന്റെ അമ്മച്ചിയെ എന്ന് പറഞ്ഞ് മലത്തടിച്ച് വീഴുക. നീയാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത്? അല്ല കൊച്ചമ്മ, അത് സാവിത്രിയുടെ പ്രേതം. ഇത് ചത്ത പട്ടി, അത്രേ ഉള്ളൂ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, ഈ അവശമനം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞോണ്ട് നിൽക്കാതെ പോയി ഒരു ചായ കൊണ്ടുപോയിരിക്കും. അപ്പം ഈ തിരി ഇവിടെ വയ്ക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് തിരിയും കിരിയൊന്നും വേണ്ട, എടുത്തോണ്ട് പോ. ചായ കൊണ്ടുപോ. അല്ല വേണ്ട, ഒരു കാര്യം ചെയ്യും, സുരഭിയോടെ നല്ലൊരു ചായ കൊണ്ടുവരാൻ പറ. സുരഭി ഇല്ല, സുരഭി പുറത്തോട്ട് പോയി. എവിടെ പോയി? സുരഭിയും പ്രതീക്ഷയും കൂടെ രാവിലെ പോകുന്നുണ്ട്. അവരെവിടെ പോയതാ? അല്ല, എവിടെ പോയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. ചോദിച്ചാൽ അവർ പറയില്ലല്ലോ. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അയ്യോ, അവര് കൊച്ചമ്മടുത്ത് പറയാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും കൊച്ചമ്മ ഭയങ്കര ഉറക്കാം. നീ കണ്ടില്ലേ അവര് പോകുന്നത്? ഞാൻ കണ്ടു. അല്ല, അവര് ഒരു സന്തോഷമായിട്ടൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ പോയോ, അതോ മുഖത്ത് ഭാവം എന്തായിരുന്നു? വിഷമമാണോ സന്തോഷമാണോ അതറിയാൻ വേണ്ടി ചോദിച്ചാ. ഇതോടെ ആലോചിക്കുന്നേ? അല്ല, അവരുടെ മുഖം ആദ്യം കാണാൻ പറ്റിയില്ല. അവര് സന്തോഷിച്ചാണോ പോയെന്ന് അറിയാൻ പറ്റിയില്ല. നീ അവരെ കണ്ടില്ലേ പോകുന്നത്? കണ്ടു, പക്ഷെ ഞാൻ ബാക്കിൽ നിന്നാണ് കണ്ടത്. അതാണ്. ഓ, അത് ശരി. അപ്പൊ മുഖം കണ്ടില്ല? അല്ല, ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു കൊച്ചമ്മ. മനസ്സിലായി. ചെല്ലേ, ചായ കൊണ്ടോ. ശരി ശരി. അപ്പം ഈ തിരി ഇവിടെ വയ്ക്കണ്ട? വേണ്ടടാ, എനിക്ക് തിരി കിരി ഒന്നും വേണ്ട. നീ ഒരു ചായ താ എന്റെ മുത്തു. അല്ല, ഇത് കേട്ടിട്ട് എല്ലാം കൂടി ഒരു എന്തോ ഒരു ശരിയല്ലായ്മ. ഒരു ശരിയല്ലായ്മയില്ല. അതിനെ നേരെ എടുക്കുക, കുഴി വെട്ടുക, അതിനകത്തിട്ട് മൂടുക. അപ്പോഴത്തേക്കും ശരിയല്ലായ്മ അങ്ങ് മാറി. എടാ, ഞാൻ അതിന്റെ കാര്യമല്ല പറയുന്നത്. പിന്നെ ഞാൻ പിള്ളേർ പോയ കാര്യം ആലോചിക്കുമായിരുന്നു. എന്താ ഏതാന്നൊക്കെ ഉള്ളതൊന്നും. ഉടനെ കുഴി വെട്ടുക, മൂടുക. അമ്മോ, ഈ വീട്ടിൽ എക്സസൈസ് നടക്കത്തില്ല, ഒരു കുന്തോ നടക്കത്തില്ല. മനസ്സിന് സ്വസ്ഥത വേണ്ടേ? നേരെ വിളക്കുന്നതിന് പോയി രണ്ടും കൂടെ കണ്ടു പോയി, പട്ടി ചത്തു. ഓടോട്ട് കിട്ടുന്നുമില്ലല്ലോ. രണ്ടും കൂടി എവിടെ പോയതാ രാവിലെ? അണ്ണാ, നമ്മൾ എങ്ങോട്ടാണ് പോണത്? നമ്മള് കന്യാകുമാരിക്ക്. ഇപ്പൊ അങ്ങോട്ട് പോണത്? അച്ഛനെ നോക്കാൻ വേണ്ടിട്ട്. അച്ഛനോടുണ്ടെന്ന് ആരാ പറഞ്ഞത്? സുരഭിയല്ലേ പറഞ്ഞേ അച്ഛനോടുണ്ടെന്ന്? അതന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ അവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോ ഇപ്പോഴും അച്ഛനോടുണ്ടെങ്കിലും. അത് ഇപ്പൊ അങ്ങനെ തോന്നാൻ? എടോ, ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടോ. എനിക്ക് എന്ത് സ്വപ്നം?
അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ആരും എന്നെ കാണാൻ വരാത്തത്. അത് കേട്ടപ്പോൾ മുതലൊരു ഫുൾ ടെൻഷൻ. ഈ സ്വപ്നത്തിൽ കാണുന്നൊന്നും നടക്കണമെന്നില്ലല്ലോ അണ്ണാ. പിന്നെ എന്തിനാ? സുരഭി ഒരു ദിവസം കണ്ട സ്വപ്നങ്ങളൊക്കെ അല്ലേ സുരഭിയുടെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നടന്നാലോ? ഒരു കാര്യം ചെയ്യ്, താൻ ആ ഫോൺ എടുത്ത് അമ്പോണനെ വിളിച്ച്. എന്തിന്? അമ്പോണനല്ലേ ആരോണ്ടോ പറഞ്ഞത് അവിടെ വെച്ച് കണ്ടുവന്നു. കറക്റ്റ് ലൊക്കേഷൻ അറിയാമല്ലോ. വിളിക്കടോ. ബിസി അണ്ണാ. കീപ് ട്രൈങ്. എടോ വീണ്ടും ശ്രമിക്കാൻ. എന്റെ ഈശ്വര, ഞാൻ അന്ന് പറഞ്ഞത് കള്ളാണെന്ന് പ്രതീക്ഷ അറിഞ്ഞ അണ്ണ എന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഒന്നാമത് അറിഞ്ഞൂടാത്ത നാട്. എന്റെ പൊന്നു ദൈവമേ, കാത്തോണേ. അയ്യോ അയ്യോ അമ്മേ 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 എന്താ എന്താ മോളെ? വേഗം വന്ന് ഈ ഒച്ചനെ പുറകെ കിടന്ന് എന്തൊക്കെ കാണിക്കുന്നു. ഏട്ടാ എന്താ ഏട്ടാ? ഞാൻ ആകെ തളർന്നു പോയി. മാറി എങ്ങനെ? ഒരു സ്വപ്നം കണ്ടതാ. സ്വപ്നോ? എന്ത് സ്വപ്നം കണ്ടേ? ആരൊക്കെ എടുത്തിട്ട് ഇടിക്കണം. ബെസ്റ്റ്. എന്നിട്ട് അച്ഛൻ ഒന്നും തിരിച്ചു കൊടുത്തില്ലേ? അച്ഛൻ തിരിച്ചു കൊടുത്തു മോളെ. പക്ഷെ അച്ഛന്റെ അടിക്കുന്നൊരു പവർ ഇല്ല. ആ അതെങ്ങനെയാ? എന്നും അച്ഛനും അമ്മേരായിന്ന് ഇടി മേടിച്ചല്ലേ ശീലം, അതുകൊണ്ടായിരിക്കും. ആമി, കുഞ്ഞുവായില് വലിയ വർത്താനം പറയല്ലേ. എന്താ അമ്മ, ഞാൻ സത്യമല്ല പറഞ്ഞ. നീ സത്യമൊന്നും അല്ല പറഞ്ഞേ. എന്നിട്ട് പോകാൻ നോക്കിയാ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും എടുത്ത് കഴിക്കുക. ശരി. ആ ശരി. തർക്കുത്തരം അറിയാൻ നോക്കിയ പെണ്ണ് ഇപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പോ വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, ഓഫീസിലൊന്നും പോണില്ലേ? ശരീരമൊക്കെ ആകെ കുഴഞ്ഞിരിക്കുക. എണീറ്റ് നടക്കാൻ പോലും വയ്യ. ചില സ്വപ്നങ്ങൾ അങ്ങനെയാ ഏട്ടാ. എങ്ങനെ? നമ്മൾ ആകെ അങ്ങ് തളർത്തിക്കളയും. അതെ, ഈ അടിക്കാമെന്നവരെ ശരിക്കും കണ്ടോ? ആരെ അടിക്കാമെന്ന്? ഒരു പിടിയില്ല. എവിടെ വെച്ചാ അടിച്ചേന്ന് സ്ഥലം വല്ല ഓർമ്മയുണ്ടോ? അത് ഏതോ കാട്ടിന്റെ അകത്താണ്. ആണോ? ആ. ദൈവമേ, എന്ത്? എന്റെ ഏട്ടാ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എടി, അതിന് ഞാൻ ഒരു പ്രശ്നത്തിന് ഇപ്പൊ പോണില്ലല്ലോ. ഏട്ടൻ പ്രശ്നത്തിനൊന്നും പോയില്ലെങ്കിലും പ്രശ്നക്കാർക്ക് ഇങ്ങോട്ട് വന്ന് അടിക്കാലോ. നല്ല ഇടിയെങ്ങാനും കൊണ്ട് ഇതേപോലെ കിടന്നു കരഞ്ഞു കഴിഞ്ഞാൽ ഞാനുണ്ടാവൂല ചിലപ്പോ അവിടെ. നീ ഒന്ന് പോയേ, മനുഷ്യനെ ടെൻഷൻ ആക്കാതെ. അത് ശരി, വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോവാ? നല്ലോണം ഒന്ന് ഉറങ്ങി എണീറ്റാലേ ഈ ക്ഷീണം മാറും. എന്റെ ഏട്ടതെ ഇനിയും കിടന്ന് ഉറങ്ങി കഴിഞ്ഞാലേ ഇപ്പൊ ഈ സ്വപ്നം കണ്ടില്ലേ, അതിന്റെ ബാക്കി ഇടി വന്ന് തരാൻ പോകുന്ന അമ്മയായിരിക്കും കേട്ടോ.
എന്നാ പിന്നെ എണീക്കല്ലേ? ചെല്ലേ ഓഫീസിൽ പോ. ഇനി അവന്മാർ അടിക്കാൻ വരട്ടു, ഞാൻ അടിച്ചുറക്കിക്കളയും. ഉറക്കണോ ഏട്ടാ? എല്ലാരും പിടിച്ച് ഉറക്കണം. ഏട്ടൻ ഉറങ്ങണ്ടേ ഇപ്പൊ? വേം പോ, ഓഫീസിൽ പോ. ചെല്ലേ. ഏട്ടന്റെ കാര്യം. തെളിനീർ വെള്ളാട്ടമായി അലതല്ലും കാറ്റേ നീലത്തിരമാലകൾ കണ്ടു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? മക്കളെ, നീ എന്തുവാടാ വിഷമിച്ചിരിക്കുന്നത്? അയ്യോ, ഈ വീട്ടിൽ ഒന്ന് കയറിയ വിഷമമല്ലാതെ പിന്നെ എന്ത് വികാരമാണ് എന്റെ മുഖത്ത് വരുന്നത്? അപ്പന് മനസ്സിലായി. നമ്മളെ ചക്കയ്ക്ക് കൊടുക്കാനുള്ള സ്വീകരണത്തെ കുറിച്ചല്ലേ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആ, അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ബാങ്കിൽ പോണോ അത് ഉച്ച കഴിഞ്ഞ് പോണോന്നോ? അല്ല നമുക്ക് ക്യാഷ് കൊടുക്കണോ? അല്ല വേണ്ട, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ല നമുക്കിത് ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം കൂടെ ഗോൾഡ് ആയിട്ടാണ് കൊടുക്കാം. ദേ പൊക്കോ, വെള്ളത്തിൽ പിടിച്ച് മുക്കണ്ടെങ്കി. നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മാഡത്തിനോട് പറഞ്ഞിട്ടേ. ഏത് മാഡം? മോന്റെ മാഡം. മാഡത്തിനോട് പറഞ്ഞിട്ട് അപ്പനൊരു വള്ളവും വലയും വാങ്ങിച്ചാടാ. അപ്പനൊന്ന് നന്നാവുമെന്ന് നോക്കട്ടെ. വെള്ളവും വലയല്ലേ? ഈ വീടും കായലും തമ്മിൽ 10 മീറ്റർ ദൂരം ഉണ്ടോ? അതെ. ഇന്നേ വരെ ഇവിടെ ഇറങ്ങി ഒന്ന് നീന്തിയിട്ടുണ്ടോ? എന്റെ ആയുസിൽ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളൊന്ന് നീന്തി കാണുന്നത്, വള്ളവും വലയും ഉണ്ടാക്കണമെന്ന് പോലും. അല്ല, ഞാൻ ആൾജാമ്യം നിന്നേ ഒരു വള്ളവും വലയും നിങ്ങൾക്ക് ലോൺ എടുത്ത് തന്നായിരുന്നു. എന്ത് ചെയ്ത്? അത് മുങ്ങിപ്പോയി. ഇങ്ങനല്ല, മുക്കി. ആ ബാറിൽ കയറി തേരാപാറങ്ങൾ കുടിച്ചിട്ടേ കടം പറഞ്ഞ് രായ്ക്ക് രാമായണം അവന്മാര് പിക്കപ്പ് ചെയ്യുന്ന ആ വള്ളവും ചുമന്നുകൊണ്ട് അറിഞ്ഞായിരുന്നല്ലോ? അറിഞ്ഞില്ല. നിങ്ങള് മൂക്കറ്റം കുടിച്ചിട്ട് അവിടെ ആ മണലിൽ കമന്ന് കിടക്കുമായിരുന്നു. പട്ടി മൂത്രം ഒഴിച്ചില്ലേ മനുഷ്യൻ കിടന്നാലേ? മക്കൾക്ക് പണം കൂടിയ എല്ലാ അപ്പന്മാരുടെ അവസ്ഥ ഇതാ. വാ തുറക്കാൻ പറ്റത്തില്ല. അയ്യോ, വാ തുറക്കുന്ന എന്തിനാ? കള്ളം പറയാനും ഊച്ചാനും അല്ലേ? സുവർണകുമാറ്, ഇവിടെ എന്റെ അപ്പനാ വിളിച്ചത്. എന്റെ പേരൊക്കെ അപ്പൊ ഓർമ്മയുണ്ടല്ലേ? അതേടാ നല്ലത്. എന്റെ അപ്പനാ, ഓർത്തോ? ആ ഒറ്റ കാരണം കൊണ്ടാ ഞാൻ എന്റെ തള്ള നിങ്ങൾ ഇവിടെ നിറക്കണത്. അപ്പനായി പോയില്ലേ, അതുകൊണ്ട് ക്ഷമിച്ചേക്കാം. ചെന്ന് കയറി കൊടുക്ക, കലിപ്പിലാ ചേർക്കാൻ. കൊണ്ടുവരുന്നു അടുത്ത മാറണം. അവിടെ ഞാൻ അങ്ങോട്ട് വരാം. പൊഴിഞ്ഞോണ്ട് എനിക്ക് വയ്യ, എനിക്ക് ഒന്നുകൊണ്ട് നടക്കാൻ. മാറടി ചേച്ചി ഒന്നും. എന്തോ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്തുവാ നീ ആലോചിച്ചോ? എന്തോന്ന്? അതിന് മറുപടി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. എടാ, അതിനെന്തേലും മാറ്റമുണ്ടോ? ഇന്നലെയും ചേട്ടൻ മധുരന്ന് വിളിച്ചിരുന്നു. മുടിയളിയ എന്തേലും പറഞ്ഞു സ്ത്രീധനത്തിന്റെ കാര്യം. എന്തരളിയെ? മുടിയളിയ. ഞാൻ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. 1.5 വർഷമായിട്ട് അവൻ എന്നെ ഒളിച്ചു നടക്കുക. നീ അവനടുത്ത് പറഞ്ഞേരി, എന്റെ കൺമുമ്പിലാണ് വന്ന് പെട്ടാണ്ടല്ലോ, അവന്റെ അടിയന്തരത്തിന്റെ പന്തല് അവൻ തന്നെ ഇടുന്നു. എടാ, നീ ഉടനെ സ്ത്രീധനത്തിന്റെ കാര്യം എന്തേലും തീരുമാനം ഉണ്ടാക്കിയ ഞാൻ എന്റെ കൊച്ചു അപ്പ പോവും. അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണും. അത് എടാ അമ്പുജ, വല്ലാത്തൊരു പണി തന്നെ നീ എനിക്ക് തന്നു. മക്കളെ, ഓ നീ എന്തിനു വിളിയാക്കണത്? ഞാൻ എന്റെ കൊച്ചിനെയല്ലേ വിളിച്ചത്. സുരഭി ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ വിളിയാട്ട്. സുരഭി ഇല്ലേ? അവളോടെ പോയി? രാവിലെ പ്രതീക്ഷ കുഞ്ഞും സുരഭിയും കൂടെ എങ്ങോട്ടാ പോകുന്നുണ്ട്? എങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഓ, അവനുണ്ടാ? അപ്പൊ അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ? ആയിരിക്കാം. പിന്നെ എടേ, എന്തോന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ? വിശക്കുന്നില്ല. വീശപ്പവും കള്ളക്കറി. വീശപ്പം നീ ഉണ്ടാക്കിയതാണ്? പിന്നെ വീശപ്പം ഞാൻ ഉണ്ടാക്കാതെ താനെ അങ്ങ് ഉണ്ടാവോ? അതിനെന്തിനാ നീ ദേഷ്യപ്പെടുന്നത്? നമ്മളൊരു തമാശ പറഞ്ഞല്ലേ. എന്നാ രണ്ടെണ്ണം കഴിക്കട്ടെ. 2-4 എടുത്ത് വെച്ച് കഴി. ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അപ്പോ 4 വേണ്ടി വരൂലടേ. നീയല്ലേ ഉണ്ടാക്കിയത്. 2 കഴിക്കാൻ പറ്റിയാ പറയാ, കഴിക്കാം. അയ്യോ, വലിയ കാര്യമായിപ്പോയി. പാല് തരുന്ന പശുവിന്റെ മുമ്പാണ് കോപ്രായം കാണിക്കുന്നത്. കൊള്ളാം. എന്തോന്ന് ശബ്ദം? ആഹാ, അതുകൊള്ളല്ലോ. കുഞ്ഞെ, എന്തോന്ന് കാണിക്കുന്ന? തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്ന? എന്റെ അണ്ണ, ഇത് അതൊന്നും അല്ല. പിന്നെ ഇതാണ് കരാട്ടെ പ്രാക്ടീസ്. എന്തിനിത്? എന്റെ അണ്ണ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? എന്തിന്? എപ്പോഴാണ് ഒരു അറ്റാക്ക് ഉണ്ടാവണെന്ന് പറയാൻ പറ്റൂല. കുഞ്ഞെ, എക്സസൈസ് ചെയ്താലും ഇല്ലെങ്കിലും അറ്റാക്ക് വരാനുള്ളത് അറ്റാക്ക്. എന്റെ അണ്ണ, ഇത് ആ അറ്റാക്ക് അല്ല. പിന്നെ ഇത്
ആക്രമണം പ്രതിരോധിക്കണം. ആക്രണ ആക്രമണം ആക്രണ ആക്രമണം ഡിഫിന്റെ. അത് തന്നെ. എന്നുവെച്ചാ ആക്രമണം തടയണത്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. താഴെ കൊച്ചമ്മ കിടന്ന് അഭ്യാസം കാണിക്കുന്നു, ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ നിങ്ങൾ കിടന്ന് അഭ്യാസം കാണിക്കുന്നു. ഈ വീട്ടുകാർക്കൊക്കെ എന്തോന്ന് പറ്റിയത്? എന്തോ പറ്റിയത്? അങ്കിളിന് അസൂയല്ലേ? അങ്കിളിന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ അച്ഛനെ വെറുതെ അവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഹലോ, സൂക്ഷിച്ച് സംസാരിക്കണം. എനിക്ക് അസൂയ, ആടുത്ത അസൂയ. എനിക്ക് എന്തോന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. കുഞ്ഞെ, ഞാൻ ഓരോന്നും ചെയ്യുന്ന കണ്ടാണല്ലോ. അത് വീട് മോളെ, അത് വീട്, സംഭവം വീട്. അയ്യേ, എന്താവോന്ന് അങ്കിൾ ഈ പറയുന്നത്? എന്ത് കരുത്? എന്റെ അച്ഛൻ ആരെന്നറിയാവോ? ആര്? സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. എന്തോന്ന് പറഞ്ഞു കൊടുക്കാൻ? മോളെ, അങ്കിളൊക്കെ പേടിത്തൊണ്ടന്മാരുടെ ലിസ്റ്റാ. ഹലോ, കുഞ്ഞ് പറഞ്ഞു ഓക്കെ. ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണ് കുഞ്ഞിനെ. അതുകൊണ്ട് കുഞ്ഞിന് എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരയും. ഏത് കുഞ്ഞ്? ആമി മോള്. ഉടനെ ലക്ഷ്മി കുഞ്ഞ് കിടന്ന് കരയും. ഇവിടെ മൊത്തം കരച്ചിലാവും. എനിക്ക് പിന്നെ കരച്ചിലാവും. ഞാൻ എടുത്തോണ്ട് കളഞ്ഞല്ലേ. അത് വിട്ടേ, അത് വിട്. ഇല്ല, മോള് കളിക്ക് പറഞ്ഞു, അങ്കിൾ അങ്ങനെ എടുത്തു വിട്ടേ. വിഷയം അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കണമല്ലോ. ഈ കുഞ്ഞെ, ഞാൻ എന്തെങ്കിലും എന്റെ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്ന ഒരു കൈ വാ, നമുക്ക് നോക്കാം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ. ആ ദൈവങ്ങളെ തന്നെ ഞാനും വിളിക്കണ. വാ കുഞ്ഞെ, പോട്ട് കുഞ്ഞെ, വിട്. കളരി പരമ്പര കൊച്ചു പിള്ളേരെ പോലെ രണ്ടും കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ. കുഞ്ഞായോണ്ട് ഞാൻ ചെയ്യുന്നില്ല. എന്തുവാണ് എല്ലാരും കൂടെ മനുഷ്യരെ പ്രാന്തായതുകൊണ്ടേ കൂടുതൽ ഞാനും ചെയ്യാത്തത്. പൊക്കോ, ഞാനിട്ട് പൊക്കോളാം. അതല്ല, എന്നൊന്ന് പൊക്കൂ. കളരി പഠിക്കുന്നുണ്ടോ? അവിടെ തൊടല്ലേ. തൊടത്താ എന്ത്? അല്ല, വേദന. എനിക്കൊരു കുഴപ്പമില്ല. ഹായ്, ഏതാ സാരി? എടി, പുതിയതാണ്. ആ, എന്താ പുതിയ സാരിയൊക്കെ വാങ്ങാൻ? എടി, നമ്മുടെ അവിടെയുള്ള LICയിലെ ഗോമചേട്ടനെ അറിയത്തില്ല നിനക്ക്? ആവോ? ആവോയോ? നിനക്കറിയാം, പുള്ളിയുടെ മോന്റെ കല്യാണത്തിന് വാങ്ങിച്ചതാ ഞാൻ. കളത്തില്ലേ, നല്ലല്ലേ? അമ്മയ്ക്ക് പിന്നെ എല്ലാ ദിവസവും കല്യാണമാണല്ലോ, അതിന് പുതിയ സാരി എടുക്കും. പിന്നെ വിളിച്ചാ പിന്നെ പോകണ്ടേ? പഴയത് കൊടുത്തോണ്ട് പോകുന്നു, കൊടുത്തത് പിന്നെ കൊടുത്തോണ്ട് പോകുമോ ഞാനാ? അതില്ല, ഇച്ചിരി നീളം കുറഞ്ഞു പോയി. രാത്രി പോയതുകൊണ്ട് അടിയൻ സാരി ഇങ്ങനൊക്കെ പിടിച്ച് അഡ്ജസ്റ്റ്. ഇച്ചിരി വെള്ളം എന്നിട്ട് ഭയങ്കര ചൂടോ. ഇതിന്റെ അടി 24 മണിക്കൂർ ഇവിടെ തന്നെ ആണോ ഓടി? അമ്മ അവിടെ ഇരിക്കുക, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ, പിന്നെന്നാ തീറ്റ കണ്ടില്ലേ, പശു ചവയ്ക്കുന്ന പെണ്ണിനെ ഓസിന് കെട്ടിച്ച് വിട്ടുകയും ചെയ്തു. 24 മണിക്കൂർ ഇവിടെ തീറ്റയും കുടുപ്പും എല്ലാം ഇവിടെ തന്നെ. എന്തൊരു തീറ്റ ചെയ്തു. അയ്യോ, കണ്ടിട്ട് അറപ്പ് വരുന്നു. എങ്ങോട്ടാ ഇത് പൊക്കി പിടിച്ചോട്ട് പോകുന്ന അവള്? ഇത് മുഴുവൻ നീ തിന്നിട്ട് ഇത് നീ തിന്നിട്ട് ഇവിടുന്ന് കണക്ക് പറയോ? ഇവിടെ ഇന്നത് മുഴുവൻ ഇത് തിന്നിട്ട് പോയാ മതി. ലക്ഷ്മി, നിന്റെ അമ്മയ്ക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക്. എന്താ നിങ്ങൾ രണ്ടുപേരും ഏത് നേരവും കണ്ട അടിയാണല്ലോ. എന്റെ മൈനി, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോ ഇത്തിരി കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരുന്ന് 2 ഇടിയപ്പം എടുത്ത് തിന്നതാണ്. അതിന് ഇവരെന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞെന്ന് മൈനിക്ക് അറിയാമോ? എന്താ പറഞ്ഞേ? പറയടി. ഞാൻ എന്റെ മോളെ ഹോസ്റ്റലിൽ കെട്ടിച്ചു വിട്ടിട്ട് തിന്നാൻ വരുന്നെന്ന്. അഭിമാനമുള്ള ആരെങ്കിലും സമ്മതിക്കോ മൈനി? ആർക്കെങ്കിലും സഹിക്കോ? അയ്യോ, അഭിമാനമുള്ള ഒരു കള്ളി. എന്താടി ചുമ്മാതെ കിടന്നുണ്ട്? എന്താ ഇത്? ഇവിടെ എന്റെ വീട്ടിൽ കയറി വന്ന് ഭരിക്കാൻ നീ ആരാടി ഇത്? ഒരാള് വന്ന് കയറി കിടന്നാണ് ഇതൊക്കെയാണ് വർത്തമാന രീതി അല്ലേ? കൊള്ളാമല്ലോ ആള്. തിന്നാൻ വന്നു, ഓസിന് വന്നു, എല്ലാരും അതൊക്കെ തന്നെയാ കാണിക്കുന്നത്.
ചേച്ചിക്ക് ഞാനും എന്റെ മോളും ആരുമല്ലേ? എനിക്കെല്ലാവരും ഒരുപോലെ. കൊച്ചമ്മണിയും കൊച്ചമ്മയുടെ മോളും നിങ്ങളെ പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ആ, എന്റെ മോള് വന്നത് പോലെ കാണോ അവളും അവിടെ മോളും വന്നത് ചേച്ചി? എങ്ങനെ വിട്ടെന്നാ നീ പറഞ്ഞത്? പറയണേ. എന്തോ ഒരു സ്വർണം കൊണ്ട് എന്റെ കുഞ്ഞ് ഈ വീട്ടിൽ വന്ന് കയറിയത്. ഓ, നിന്റെ മോക്ക് നീ വല്ല സ്വർണവും കൊടുത്തെങ്കിലേ അത് നിന്റെ മോളെ കയ്യിൽ തന്നെ കാണും. അല്ലാതെ ആ നക്കാപ്പിച്ച ശ്രീധരൻ കൊണ്ടല്ല ചന്ദ്രഹാസ കുടുംബം ഇവിടെ കഴിയുന്നത്. ആ, പാചകടിക്കുന്ന കിടന്നുണ്ട്. ആ, എടാ പ്രശോഭേ, ലക്ഷ്മി ഈ വീട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്ന സ്വർണം അത് എത്രയായാലും ശരി അത് മുഴുവനും ഇന്ന് ഈ തള്ളയുടെ കയ്യിൽ നീ കൊടുത്തു വിട്ടേക്കണം. എന്ന് മാത്രമല്ല എനിക്ക് കാണണം അത് കൊടുത്തു വിടുന്നത്. മനസ്സിലായല്ലോ? ശരി അമ്മ. ഒരു പ്രസംഗക്കാരി സ്വയം തരത്തിലല്ല വീട്ടില്. നിനക്കിപ്പോ തൃപ്തിയായല്ല? നീ ഇട്ടോണ്ട് വന്ന എല്ലാ സ്വർണ്ണം അമ്മയെ കൊണ്ട് കാണിരും. അതിപ്പോ എങ്ങനെയാ? അതൊന്നും എന്റെ കയ്യിലില്ലല്ലോ. ആ, ഇല്ലെന്ന് നിനക്ക് അറിയാം. അപ്പോഴപ്പോഴാ നിന്റെ അച്ഛൻ തന്നെയല്ലേ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോയത്. അത് നിനക്കും അറിയാം, നിന്റെ അമ്മയ്ക്കും അറിയാം. എന്നിട്ടല്ലേ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഓരോന്ന് മല മറിച്ചോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരണത്. നീ കൊണ്ട് കാണിക്കാൻ എന്തെന്ന് വെച്ചാൽ ചെയ്യും, എനിക്കൊന്നും അറിയണ്ട. അമ്മ, ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മ? ആ സ്വർണ്ണമൊന്നും ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ കാണിക്കും? ആ എനിക്കറിയത്തില്ല, നീ എവിടുന്നാന്ന് വെച്ചാ കൊണ്ട് കാണിക്കേ. ആ, ഇത് കാണിക്കട്ടെ. ഇത് മുക്ക് വേണ്ട, കൊടി വേ. ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാ. ഉദയം കയറി പിടിക്കുന്നു.